ക്രിയേറ്റീവ് ആണ്. അപ്പം ഇന്ന് നമ്മളൊരു ട്രീ ഹൗസ് പണിതാൻ പോവാണ്. അപ്പം നമുക്ക് ട്രീ ഹൗസ് പണിതാൻ പറ്റിയ സ്ഥലം കണ്ടിരിക്കണം ഗൈസ്. അപ്പം നമ്മൾ നടുവേക്ക് പോവാണ്. എവിടാന്നൊന്നും നമുക്കൊരു പിടിയില്ല. എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിടാ. നമ്മളിനി എവിടെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രീൻ്റെ മുകളിൽ തന്നെ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് പോവാ. ഇങ്ങനെ പോയിട്ട് ഇത് 3 പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. അപ്പം എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. അവിടെ ആയിട്ടുണ്ടാക്കാം, ഇവിടെ ആയിട്ടുണ്ടാക്കാം. പക്ഷെ ഒരു കടലിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഇവിടെ ആ ഒരു സ്ഥലത്ത് കുറച്ചുകൂടെ പോയിട്ട് ഉണ്ടാക്കാൻ കഴിയുമോ നോക്കാം ഗൈസ്. ഇതാ പറ്റിയ സ്ഥലം കിട്ടി ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇടങ്ങറാകുമോ എനിക്ക് സംശയമുണ്ട്. ഇത് ക്രിയേറ്റീവ് വെച്ചാൽ ഈ സർവേയിൽ നമ്മൾ വില്ലേജ് കണ്ടിരിക്കുന്ന നല്ല പണിയാണ്. ഇതിപ്പം ക്രിയേറ്റീവ് വെച്ചാൽ എവിടെ നോക്കിയാലും വില്ലേജാണ്. അത് വേറെ പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്താ ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ അതിൻ്റെ അടുത്തോടെ വില്ലേജും ഇല്ല. ഇവിടെ നമുക്ക് നല്ലതായിട്ട് ഇറങ്ങാം. ലാൻഡിങ് ഇവിടെയാണ് നമ്മൾ ട്രീ ഹൗസ് നമ്മൾ പറഞ്ഞത്. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടിയത് ഇത്. പിന്നെ ട്രീ വേണമല്ലോ എന്തായാലും ട്രീ ഹൗസിന്. ഇത് പിന്നെ തൽക്കാലത്തേക്ക് നമുക്ക് ഇത്ര മതി. ഇതിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് 20 കട്ടാണ് മുകളിലോട്ട് വെക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് എണ്ണി കൊണ്ടുപോകാം. 1 2 3 4 5 6 6 ഇത് 5 7 8 9 10 11 12 13 14 15 16 17 18 19 20 എണ്ണം വെച്ചിക്കണ്. ഈ നില ഇനി ഫുള്ളാക്കാം. നല്ല സ്പീഡുണ്ട് ഏസി. നല്ല സ്പീഡിൽ 2 ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. 20 എണ്ണത്തിൻ്റെ 3 എണ്ണം ഫിനിഷാക്കി. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇതിലുണ്ടാവും. അതിനുണ്ടാകും 3 ആക്കാം. പക്ഷേ ഇടത്തോടുകളൊക്കെ അങ്ങനെ വെച്ചുകൊണ്ട് ഇത് നമുക്കൊരു ഇതാണ് സ്ഥലം. അത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം. അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോൾ ഇറങ്ങാൻ ഇതിൻ്റെ പുറത്ത് സ്റ്റെപ്പും കൂടി വെക്കുന്നുണ്ട്. ഉള്ളിൽ കൂടി ഇറങ്ങാം. പിന്നെ നമുക്ക് ഇത് ഞാൻ ശരിക്കും ഇങ്ങനല്ല വെക്കേണ്ടത്. ഇങ്ങനെ ആണ്. പക്ഷെ ഇത് ഞാൻ ഇത്ര താഴ്ത്തുന്ന ശരിക്കും വെച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല നമുക്ക്. അത് നമുക്ക് ഇനി ആർക്കെങ്കിലും വലിയ സംശയമായിട്ട് തോന്നിയാൽ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വെക്കുന്നതാണ്. ട്രെയിനിൻ്റെ മുകളിൽ പണിത് വിചാരിച്ചോട്ടെ. അതായത് ഇതിൻ്റെ ഈ ഒരു സ്ഥലം നമ്മൾ കട്ടാക്കിയിട്ട് ഇവിടുന്ന് ആയിരിക്കും നമ്മൾ സ്റ്റെപ്പ് തുടങ്ങുന്നത്. വെച്ചാൽ ഞങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് എന്തായാലും പണി നോക്കാം. നമ്മളൊരു കട്ട കൂടി. അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിക്കാം. 2 എണ്ണം പൊട്ടിച്ചിട്ട് ഒരു കട്ട കൂടിപ്പോയി. 3 എണ്ണം ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടി താഴത്തോട്ടായിട്ട് നല്ല സ്പീഡ്. ഒന്നൊന്നും സ്പീഡ് നല്ല സ്പീഡ്. 2 എണ്ണം വെച്ച് പോകണ്ടേ. കൂടുതലായിപ്പോയി. ഇനി നമുക്ക് വേണ്ടത് ഇതെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വെച്ച് കൊടുക്കേണ്ടത്. ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് കൊണ്ട് വെച്ച് കൊടുക്കുക. ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം. ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ രീതിയാണ് ഇത് കൊടുത്തിട്ട് നമുക്ക് മരം മാത്രമല്ല ചെയ്യാം. അപ്പോൾ ഇത് വേണ്ട, മരത്തിനോട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് ചുറ്റിലും വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കണം. ഇതൊരു ഇടം
ശരിക്കും ഇത് ഇവിടെ വരെ വേണ്ട. ഇത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കുക, നമ്മൾ ഇവിടെ വരെ എന്നിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചെയ്യാം. ഉണ്ടാക്കിയതിന് മുകളിലത്തെ നിലയിലും പിന്നെ ആവശ്യം വരും. കാരണം വെച്ചാൽ ഇത് മുകളിലത്തെ ലിഫ്റ്റായിട്ട് തന്നെ കണക്കൂട്ടോ, ലിഫ്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യണത് ഈ ട്രീ ഹൗസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി അതിൻ്റെ ചുമര് മാത്രം വെക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ നിലയും പിന്നെ സാധനങ്ങളും ഒക്കെ നമ്മൾ പിന്നാണ് വെക്കുക. അപ്പോൾ വീട് ഉണ്ടാകണം നിങ്ങൾ കണ്ടോളി. ഈ താഴത്തെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് ഫുള്ളാക്കാം. പക്ഷെ നല്ല സീനാണ് കൈസ് ഉണ്ടായി എനിക്ക് തോന്നുന്നത്. പ്ലാനിങ് അനുസരിച്ച് ഫുൾ ഗ്ലാസ്സാണ്. ചുമരുമ്മൽ മൊത്തം ഇങ്ങനെ രസം ഉണ്ടാവും എനിക്കറിയില്ല, നോക്കാം നമുക്ക്. എന്തായാലും ഈ സൈഡിലേക്ക് വെക്കട്ടെ. കാഴ്ചയൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ പ്ലേഗ്രൗണ്ടിൻ്റെ പണി, ഒരു മരം ഉണ്ടാക്കുന്ന പണി ഏകദേശം കഴിയണമെങ്കിൽ ഇത് ഫസ്റ്റത്തെ നിലത്തിൻ്റെ ഇതാണ്. ഇത് മൊത്തം നമ്മൾ ഉണ്ടാക്കും. മുറ്റം വേണമെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ വിചാരിക്കണ്ടേ ഇങ്ങനത്തെ ഒരു ട്രീ ഹൗസ് അല്ല, നമുക്ക് കാലൊന്നുമില്ല. ഒരു ചെറിയതാ ഇങ്ങനത്തെ ട്രീൻ്റെ മുകളിൽ വേറൊരു ചെറിയ പ്ലേഗ്രൗണ്ട് വെച്ചിട്ട് ഇതിൻ്റെ പകുതി ഞാൻ ഇപ്പോൾ മുത്തുണ്ടാക്കും. അതിൻ്റെ പകുതി ഈ പ്ലേഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കിയിട്ട് മുറ്റമൊക്കെ ഉണ്ടാക്കാൻ. എന്നിട്ട് ഒരു ചെറിയൊരു വീട് അതൊക്കെ ഉണ്ടാവില്ലേ തോന്നുന്നു. നോക്കട്ടെ, ചിലപ്പോൾ ഉണ്ടാക്കാം, ചിലപ്പോൾ ഉണ്ടാക്കില്ല. നല്ല പണിയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. ആ ഫ്ലോർ ഞാൻ എത്രയും വേണ്ടത് തീർക്കാമെന്ന് വിചാരിച്ചത്. നല്ല ഈസിയാണ് അത് തീർക്കാൻ. തീർക്കാം. ഇവിടെ എത്തുമ്പോൾ കുറച്ച് സ്ലോ ആയിപ്പോയി. ഞാൻ മേലോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. ചെരിഞ്ഞിട്ടാവുമ്പോൾ അത്ര സ്പീഡില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ പകുതി അപ്പുറത്തെ സൈഡ് നമ്മൾ മൊത്തം ഫിനിഷ് ആക്കിയിരിക്കുന്നത്. ഈ സൈഡ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തേക്കാം. ചെയ്തിട്ട് അങ്ങനെ ആക്കിയിട്ട് 2 3 അങ്ങനെ ആക്കാം. പിന്നെ 3 അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇവിടെ നിന്നാക്കാം. അപ്പോൾ അങ്ങനെ അടുത്ത് കുറച്ച് ദൂരത്തുനിന്ന് തന്നെ ചെയ്യാമല്ലോ. അടുത്തുനിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതാണ്. 1 2 3 എനിക്കിപ്പോഴും ചെയ്യാൻ അതിൻ്റെ നല്ല സ്പീഡ്. എൻ്റെ സ്പീഡ് കൂട്ടി പറക്കുന്ന സ്പീഡ് കൂട്ടിയപ്പോൾ ഞാൻ വന്നുപോയി. കേവല സ്ഥലത്തൊന്നും അങ്ങനെ വീടുണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് ടാസ്ക്കാണ് അത്. പിന്നെ പുറത്ത് ഇവിടെ സൂര്യന് അല്ല മൂന്ന് കുറച്ച് സ്പീഡ് കൂടിട്ടോ. ഇത് മൂന്നുദ്യത്തിന് കുറച്ച് സ്പീഡ് കിട്ടും. ഈ ലെവലത്തെ ഇതും പിന്നെ ഇതും പകല് പിടിച്ചില്ല. നമുക്ക് രാവിലെയും പകലും ഒക്കെ ഉണ്ട് പണിയെടുത്താൽ. ഇത് 2 അവിടെ ഇട്ടിട്ട് 4 ഒരു സ്പേസിൽ വിടണം. പക്ഷെ അങ്ങനെയാണ് ഇങ്ങോട്ട് 1 2 3 4 5 അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കാം. നമുക്കിനി എന്തായാലും ബെഡ് എടുക്കട്ടെ. അത് ഇട്ടിട്ട് കിടന്നുറങ്ങാം. ഏതെങ്കിലും എടുക്കാം. പറക്കണം നിർത്തട്ടെ. ബെഡ് എടുത്തിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അപ്പം ഗൈസ് എന്തായാലും നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് എടുക്കണ്ടേ. ഗ്ലാസ്സിന് മാതിരിയായിട്ട് ബ്ലോക്ക് നമുക്ക് ഏത് ഗ്ലാസ് ഇടും, ഏതാണെങ്കിൽ ഇടാം. അപ്പം നമ്മൾ ചില ടൈം ഇഷ്ടം.
ആരെയും വെച്ചെടുക്കാം. അങ്ങനെ ഏകദേശമൊക്കെ നമ്മളെ ക്ലാസ്സിൻ്റെ ഏകദേശമല്ല ഒന്നും വേറില്ല. ഇന്നത്ര പണി എടുക്കുന്നുണ്ട്. വേറെ കാര്യം ഇങ്ങോട്ടെ ഏതെങ്കിലും മതി. ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ലേ ഇതൂന്നല്ലുള്ളൂ. എന്തായാലും കൂട്ടിക്കുക ഞാനെന്ത് കൊണ്ടാ അപ്പറടി കുറച്ച് കൂടി പോയി എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളെന്താ ചെയ്യണം? ക്ലാസ് ഫസ്റ്റ് വെക്കും, മരം ലാസ്റ്റ്. നമ്മുടെ ടെക്നോളജിയാ അങ്ങനെ ഇഷ്ടപ്പെട്ടതിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ക്ലാസ് ഇവിടെ 3 ഉള്ളൂ. പൊട്ടൻ മണ്ടൻ മരം ഉണ്ടെങ്കിൽ എന്തായാലും ക്ലാസ് ഈ മരത്തിൻ്റെ അവിടെ 4 ഇങ്ങനെ ഇട്ടുമ്പോൾ കുറച്ച് പണി. ഇവിടെ 3 ബെസ്റ്റ്. എന്താണ് ക്ലാസ് വെച്ചൊക്കെ കാരണം? നമുക്ക് ഈ ക്ലാസ് വെക്കുമ്പോൾ എണ്ണി എല്ലായിടത്തും വെക്കാമല്ലോ. ഞാൻ അത് പകുതി വെച്ചിട്ട് എന്തോ മാറ്റം പോലെ പൊട്ടെണ്ണ വെറുതെ ഇതൊക്കെ വെച്ചത്. ഇതൊക്കെ പൊട്ടിക്കണമെങ്കിൽ അപ്പോഴാന്ന് തോന്നും. ഈ മൊത്തം വെച്ച് തീർക്കുകയാണെങ്കിൽ 4 വെച്ചിട്ടുള്ളൂ. 1 വിട്ടിട്ട് 4 ഞാൻ ചെറിയ ഒരു പാട്ടൊക്കെ അളവിൽ തന്നെ വെച്ചിരിക്കുന്നു. ഇനി ഇവിടെ ഒരു ഇത് നല്ല സ്പീഡിലും വെച്ചിരിക്കും. ഒന്നും കൂടി ഇട്ടിക്കണേ. ഇനി ഇത് മൊത്തവും കൂടിയും ചെയ്യണം. അപ്പോൾ നമുക്കൊരു മരം വെക്കാം. അടിയിൽ വെച്ചല്ലോ ചിക്കന് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇവിടെയും കൂടി പിന്നെ ഗ്ലാസ് വർക്കൗട്ട് 4. അപ്പം എന്തായാലും ഈ ചുമര് കഴിയുന്നതോടെ നമ്മളെ പാർട്ട് 1 പാർട്ട് തീരുന്നതാണ്. അപ്പം നമ്മൾ 2ാം പാർട്ടിനായി എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ തീരാനായിക്കണം ചുമര്. നമ്മൾ 2ാം പാർട്ട് 3ാം പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം മൊത്തമായിട്ട് വെക്കാം. ഇവിടെ എത്ര 4 വെക്കണ്ടി. ഇവിടെ 1 കഴിഞ്ഞാൽ ഇഷ്ടമല്ല സൈഡാണ്. അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം മണ്ടാകുന്നാവില്ല. അപ്പം ഇവിടെ വെക്കാം. പിന്നെ 1 ഇടവേളക്ക് 1 വിട്ടിട്ട് പിന്നെ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം ഗായ്സ്. അപ്പോൾ നമുക്ക് ഈ ചുമര് നമുക്ക് തീർക്കാം വേഗം. എന്നിട്ട് നമുക്ക് ഈ പാർട്ടി നമ്മൾ തീർക്കുന്നതാണ് ഗായ്സ്. അപ്പോൾ ഈ ചുമര് നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ 1 പാർട്ടി.